Hi everyone, welcome to the Women of Honor series. Good morning to all. ഞങ്ങൾ താമസിക്കുന്ന വളരെ ബിസി ആയിട്ടുള്ള റോഡിൻ്റെ അടുത്താണ്. അതുകൊണ്ട് ശബ്ദത്തിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും. വണ്ടിയും എപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ബഹളം ഇഷ്ടംപോലെ കേൾക്കാൻ സാധിക്കും. ദയവ് ചെയ്ത് ക്ഷമിക്കുക. പിന്നെ ഇന്ന് ഒരു കച്ചവടക്കാരൻ്റെ കഥ പറയാമെന്ന് വിചാരിക്കുകയാണ്. ശങ്കരൻ എന്ന ഒരു കച്ചവടക്കാരൻ, ഒരു ഗ്രാമവാസി, വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി വായിച്ചതാണിത്. അതിൽ നിന്നും നമുക്ക് ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും. അതുകൊണ്ട് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നു. അതായത്, നീതിമാന് കെണി ഒരുക്കുന്നവന് അതിലും വലിയ മറ്റൊരു കെണിയിൽ അകപ്പെടുമെന്നാണ് ഈ കഥയുടെ സാരാംശം. ഇത് കഥ വിവരിക്കുന്നത് വാരണാസിയിലെ ഒരു മാർക്കറ്റിൽ കച്ചവടക്കാരായി പട്ടണവാസിയും ഗ്രാമവാസികളും ഉണ്ടായിരുന്നു. നാട്ടുകാരൻ്റെ മനസ്സിൽ, അതായത് ഈ ഗ്രാമവാസിയുടെ മനസ്സിൽ വളരെ നിഷ്കളങ്കത ഉള്ളവനായിരുന്നു. അതുപോലെ തന്നെ പട്ടണവാസിക്ക് എങ്ങനെയെങ്കിലും കുറേ പൈസ ഉണ്ടാക്കണം, അവൻ്റെ ബിസിനസ് സക്സസ് ആവണം. അതൊക്കെയായിരുന്നു അവൻ്റെ ഉദ്ദേശവും അവൻ്റെ ആഗ്രഹവും. എങ്ങനെയോ കുറേ നാളുകൾക്ക് ശേഷം ഇവർ രണ്ടുപേരും ക്ലോസ് ഫ്രണ്ട്സായിട്ട് അവർ മിത്രങ്ങളായി മാറി. ക്രമേണ അവർ ഫ്രണ്ട്സായി കഴിഞ്ഞപ്പോൾ അവർ ഉറ്റമിത്രങ്ങളായി മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒരിക്കൽ ഈ ശങ്കരൻ എന്ന് പറയുന്ന ഗ്രാമവാസിക്ക് തൻ്റെ നാട്ടിൻ പുറത്തേക്ക് പോകേണ്ടതായ ആവശ്യമുണ്ടായി. അത് കുറച്ച് ദൂരെയുള്ള സ്ഥലമാണ്. അപ്പോൾ അവൻ വിറ്റുകൊണ്ടിരുന്നതായ ഈ കൃഷി ഉപകരണങ്ങൾ, അതായത് ഉപയോഗിക്കുന്ന കലപ്പയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതായ കൊഴു, അങ്ങനെയുള്ള സാധനങ്ങൾ അവൻ്റെ അടുത്ത് അപ്പോൾ ഉണ്ടായിരുന്നു. അത് സൂക്ഷിച്ച് വെക്കാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് 500 കലപ്പയുടെ കൊഴുക്കൾ അവൻ്റെ കൂട്ടുകാരനായ ആ പട്ടണവാസിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ദൂരസ്ഥലത്തേക്ക് അവൻ്റെ നാട്ടിലേക്ക് പോയി. ഈ തക്കം നോക്കി പട്ടണത്തിലെ വ്യാപാരിയായ തൻ്റെ കൂട്ടുകാരൻ തന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആ കലപ്പ കൊഴുക്കളെല്ലാം അന്യദേശത്തുള്ള അയൽദേശത്തുള്ള ഒരാൾക്ക് വിറ്റ്, എന്നിട്ട് ആ പണം കൈക്കലാക്കി അത് സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് കുറേ എലിക്കാഷ്ടവും അവൻ കൂട്ടിയിട്ടു. കുറച്ച് നാളുകൾക്ക് ശേഷം നാട്ടിൽ നിന്നും തിരിച്ചെത്തിയ സുഹൃത്ത് പട്ടണവാസിയോട് ചോദിച്ചു, എൻ്റെ ഐറ്റംസൊക്കെ, ഞാൻ സൂക്ഷിക്കാൻ തന്ന സാധനങ്ങൾ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, നീ ഏൽപ്പിച്ച കലപ്പയുടെ കൊഴുവെല്ലാം എലി തിന്ന് തീർത്തുവെന്ന്. എലി കാഷ്ടവും കാണിച്ചു കൊടുത്തു. എന്നാൽ ഇത് കേട്ടിട്ട് ഒരു ഭാവഭേദവും ശങ്കരന് ഉണ്ടായില്ല. അപ്പോൾ ഒരു ഭാവഭേദവും കാണിക്കാതെ അങ്ങനെ പിറ്റേ ദിവസം വന്നിട്ട് തൻ്റെ നഗരവാസിയായ കൂട്ടുകാരൻ്റെ ചെറിയ മകനെയും കൂട്ടി ഈ ശങ്കരൻ അടുത്തുള്ള നദിയിലേക്ക് കുളിക്കുവാനായിട്ട് പോയി. അപ്പോൾ നദിയുടെ കരയ്ക്ക് ആൾതാമസമില്ലാത്ത ഒരു വീട്ടിൽ, അതിൻ്റെ നിലവറയിൽ ആ കുട്ടിയെ പൂട്ടിയിട്ടിട്ട് അവിടെ സൂക്ഷിച്ചിട്ട് അവന് ഒളിപ്പിച്ച് വെച്ചു. ആ കുട്ടിയെ അവിടെ ഒളിപ്പിച്ചിട്ട് തിരികെ കുളി കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ കുട്ടിയെ കാണാതായപ്പോൾ പട്ടണവാസി തൻ്റെ സ്നേഹിതനോട് ചോദിച്ചു. പിന്നീട് ദേഷ്യപ്പെട്ടു. കുട്ടിയെ എവിടെ, നീ കൂട്ടിയിട്ട് പോയിട്ട് കുഞ്ഞിനെവിടെ ആക്കിയെന്ന് ചോദിച്ചിട്ട് അവനെ ദേഷ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ അതിൽ ശങ്കരൻ, നിൻ്റെ കുട്ടിയെ ഒരു കഴുകൻ തട്ടിക്കൊണ്ട് പറന്നുപോയി എന്ന് പറഞ്ഞു. ഇത് അവന് വിശ്വസിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്തു, ഉടനെ തന്നെ തൻ്റെ കൂട്ടുകാരനായ ശങ്കരനെയും കൂട്ടിക്കൊണ്ട് രാജാവിൻ്റെ അടുക്കലെത്തി അവിടുത്തെ ന്യായാധിപനെ സമീപിച്ച് തൻ്റെ കാര്യങ്ങളൊക്കെയും അവരെ അറിയിച്ചു. തന്നെയല്ല, പിന്നെ എൻ്റെ കുട്ടിയെ വന്നിട്ട് കൊണ്ടുപോയിട്ട് അവനെ തിരികെ തരാനായിട്ട് മനസ്സ് കാണിക്കുന്നില്ലെന്നും അവൻ്റെ മേലെ അവന് കുറ്റം ചാർത്തി എല്ലാ വിവരങ്ങളും രാജാവിൻ്റെ ന്യായാധിപനോട്
ധരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ന്യായാധിപൻ ഗ്രാമവാസിയായ ശങ്കരനോട് ചോദിച്ചു, കുഞ്ഞിനെ നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിന് അവൻ പറഞ്ഞു, കുഞ്ഞിനെ ഒരു കഴുകൻ വന്ന് തട്ടി പറന്നുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ന്യായാധിപന് ശരിക്കും ദേഷ്യം വന്നു. അവനോട് ചോദിച്ചു, നീ ഏത് ലോകത്താണ് ഈ ജീവിക്കുന്നത്? കഴുകന് ഒരു കുട്ടിയെ പറത്തിക്കൊണ്ട് പോകാനാവില്ല എന്ന് പറഞ്ഞ് നിനക്കിത് അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് ഉത്തരമായിട്ട് ശങ്കരൻ ഇങ്ങനെ പറഞ്ഞു, യജമാനെ, ഈ വിചിത്ര ലോകത്ത് അതിലപ്പുറവും സംഭവിക്കുമെന്ന്. അപ്പോൾ അവൻ്റെ അനുഭവം പറയുന്നു, ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച 500 കലപ്പക്കൊഴു എലി തിന്ന് തീർത്തെന്ന് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. അപ്പോൾ കഴുകൻ കുട്ടിയെ പറത്തി കൊണ്ടുപോയതും വിശ്വസിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. ന്യായാധിപന് ആദ്യത്തെ ചതി മനസ്സിലായി. ഉടനെ തന്നെ അദ്ദേഹം പട്ടണവാസിയായ അവന് ന്യായം വിധിക്കുകയാണ് ചെയ്തത്. ന്യായാധിപൻ ഉടനെ തീർപ്പ് കൽപ്പിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ചതി നടത്തിയ 500 കൃഷി സാമഗ്രികൾ വിറ്റ് ആൾ 1000 എണ്ണത്തിൻ്റെ പണം ഗ്രാമവാസിക്ക് കൊടുക്കണം. അപ്പോൾ കുട്ടിയെ അവൻ തിരികെ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് അവന് കുട്ടിയെ തിരികെ കൊടുത്തു. അപ്പോൾ അതിനുശേഷം ദുഷ്പേര് സമ്പാദിച്ച ആ പട്ടണവാസിയുടെ കടയിൽ ആരും തന്നെ കയറാതെയായി. അങ്ങനെ കച്ചവടം പൊളിഞ്ഞ് അയാൾ നാട് വിടേണ്ട ഗതികളിലെത്തി. അങ്ങനെ അവൻ നാട് വിട്ടുവെന്നാണ് ആ കഥ. അപ്പോൾ നമുക്ക് ഇരുമ്പ് തിന്നുന്ന എലി എന്നുള്ള ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. എന്തായാലും ശങ്കരൻ്റെ അനുഭവത്തിൽ നിന്നും അവൻ്റെ ബുദ്ധിശാലിത്തരത്തിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ കെണി വെച്ചാൽ അതിലും വലിയ കെണി മറ്റൊരാൾ നമുക്ക് വെക്കുമെന്നുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം. വിഷ് യു ഓൾ എ വെരി നൈസ് ഡേ.